ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ചാർജ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത് കൃത്യമായ ഒരു ലെങ്ത്തുള്ള ഒരു ലൈൻ ചാർജാണ് ലൈൻ ചാർജ്. നമ്മൾ ഇത് പറഞ്ഞു ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ലൈൻ ചാർജ് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ലൈൻ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ചെയ്തത് നോക്കിയാൽ മതി. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, λ/2πr∈0 എന്നായിരുന്നു. അത് ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് അല്ല, ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള, അപ്പോൾ കൃത്യമായ ഒരു ലെങ്ത് അതിനുണ്ട്, നോട്ട് ഇൻഫിനിറ്റ്ലി ലോങ്, ഇങ്ങനെയുള്ള ഒരു ലൈൻ ചാർജ്, സ്ട്രെയിറ്റ് ലൈൻ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലൈൻ ചാർജിനെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് അസ്യൂം ചെയ്ത് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുത്തു, നമ്മൾ പറയാൻ പോകുന്ന ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് പറയാൻ പോകുന്നത്. ആ പോയിൻ്റ് ഉള്ളത് അറ്റ് ഡിസ്റ്റൻസ് r ആണ്, അറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായൊരു ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ മെത്തേഡാണ് ഞാൻ പറയുന്നുള്ളൂ, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളെ ബുക്കിലില്ലാത്ത ഡെറിവേഷനാണ്, ആവശ്യമില്ല. ഇത് ശരിക്കും NCERT ബുക്കിലില്ലാത്തതാണെങ്കിൽ നമ്മളൊന്ന് ചെറുത് അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് പറയുകയാണ് കേട്ടോ, അതുകൊണ്ട് ഡെറിവേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ലെങ്ത്ത് വിചാരിക്കുക, ചെറിയ ചാർജാണ് dq, അതിൻ്റെ ചെറിയ ലെങ്ത്താണ് dl. ഈ dq എന്ന് പറയുന്ന ഈ ചാർജില്ലേ, ഈ ചാർജിന് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ, ഈ dq ചാർജ് ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ്, അത് dq പോസിറ്റീവ് ചാർജ് അല്ലേ. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാവേ, ഒരു dq എന്ന് പറയുന്ന ചാർജ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആവേണ്ട ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ആ dqൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ, ആ dqൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം, എവേ ആയിരിക്കും അല്ലേ. ഈ dq ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എടുക്കുക, അതിനെ ഞാൻ DE എന്ന് വിളിച്ചു. dq ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനെ DE എന്ന് എടുത്തു. അപ്പോൾ അത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഈ dq ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് DE എന്ന് എടുത്തു. അതിനെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആക്കി. അപ്പോൾ അതിനെ ഒന്നിനെ DEx എന്നും വിളിച്ചു, ഇതിനെ DEy എന്ന് വിളിച്ചു. DExഉം DEyയും രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റി. അപ്പോൾ DExനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, DExനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് dq എന്ന് പറയുന്ന ചാർജിൻ്റെ, dq എന്ന് പറയുന്ന ആ ചാർജിൻ്റെ മാത്രം, dq ചാർജിൻ്റെ മാത്രം ഇലക്ട്രിക് ഫീൽഡാണ് ഇത്, അല്ലാതെ ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ DExനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x ആക്സിസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x ആക്സിസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y ആക്സിസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡും കിട്ടും. ഇതാണ് മെത്തേഡ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ x ആക്സിസും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ y ആക്സിസും. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്നത് EX ആണ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ x ആക്സിസ്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, λ എന്ന് പറഞ്ഞാൽ ലൈൻ ചാർജ് അല്ലേ, ലൈൻ ചാർജ് ആയതുകൊണ്ട് ലാംഡേൻ്റെ പേരുന്ന ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലേ, അറിയില്ലേ. λ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ലെങ്ത്ത്, ഇതിൻ്റെ ചാർജ് പെർ ലെങ്ത്ത്, അതാണ് λ, അറിയാലോ, ലൈൻ ചാർജ് ഡെൻസിറ്റി. λ/4πε0r, 4πε0r ആണ്. r എന്ന് പറയുമ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ കാണുന്നത് ഈ പോയിന്റിലുള്ള, ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അവിടെ x ആക്സിസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ x ആക്സിസ്. അതിൻ്റെ ഇക്വേഷൻ cos ബീറ്റ മൈനസ് കോസ് ആൽഫ. അപ്പോൾ ഇതിൽ ഇനി ആകെ അറിയേണ്ടത് ബീറ്റയും ആൽഫയുമാണ്. ബീറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കണ്ടക്ടറിന് ഈ ലൈൻ ചാർജിന് കൃത്യമായൊരു ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻഡ് ഉണ്ടാവില്ലേ, ആ എൻഡും ഈ പോയിന്റ് പിയും യോജിപ്പിക്കുക. ഈ ഫസ്റ്റ് എൻഡും ഈ എൻഡും പോയിന്റ് പിയും യോജിപ്പിക്കുക. അന്നേരം ഉണ്ടാകുന്ന ആംഗിളാണ് ആൽഫ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ആൽഫ, ഈ ടോട്ടൽ ആംഗിൾ. ഈ എൻഡും പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ചെയ്താൽ ഉണ്ടാകുന്ന ഈ ആംഗിളാണ് ബീറ്റ. അതൊക്കെയാണ് ആൽഫയും ബീറ്റയും. രണ്ട് എൻഡ് ഈ പി എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഒന്ന് ആൽഫയും ഒന്ന് ബീറ്റയും. ഓക്കെ, ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ y ആക്സിസ് λ/4πε0r
ലാംഡ ബൈ 4πε0r ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ എന്നാണ്. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിലുള്ള ഇലക്ട്രിക് ഫീൽഡും കിട്ടി, വൈ ആക്സിസിലുള്ള ഇലക്ട്രിക് ഫീൽഡും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് എക്സിലും, അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് എക്സിലായതുകൊണ്ട് ഐ ക്യാപ്പ്, ഇത് വൈയിലായതുകൊണ്ട് ജെ ക്യാപ്പ്, അങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 4 ഐ ക്യാപ്പ്, 4 ഐ ക്യാപ്പും ഇതൊരു 5 ജെ ക്യാപ്പും ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്രയാണ്? റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്, റിസൾട്ടൻ്റ് മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞത്, റൂട്ട് ഓഫ് ഇത് എക്സിൽ ഇത് വൈയിലല്ലേ, റൂട്ട് ഓഫ് 4² പ്ലസ് 5², അങ്ങനെയല്ലേ റിസൾട്ടൻ്റ് കാണാം എക്സിലും വൈയിലും ആകുമ്പോൾ. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് റൂട്ട് ഓഫ് EX² പ്ലസ് EY² ആയി. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് EX² പ്ലസ് EY². ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ലൈൻ ചാർജിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡില്ലേ, ഒന്ന് EXഉം ഈ പോയിൻ്റല്ലേ നമ്മൾ പറയുന്നത്, ഒന്ന് EXഉം ഒന്ന് EYയും എന്നല്ലേ അല്ലേ? അതിൻ്റെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് E, അത് റൂട്ട് ഓഫ് EX² പ്ലസ് EY². ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും EYയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഞാൻ ഗാമ എന്നെടുത്തു. ഗാമ, ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് EY. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അന്ന് ടാൻ ഗാമ എന്ത് വരും? ടാൻ ഗാമ ഈക്വൽ ടു, അപ്പോൾ ഗാമ ആര് തമ്മിലുള്ള ആംഗിളാണ്? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും ഒരു കമ്പോണൻറ്റ് EYയും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇങ്ങനെ പേരലോഗാൻ വരച്ചാൽ ഈ സൈഡ് EX അല്ലേ, അപ്പോൾ ഇത് EX ആണെങ്കിൽ ഇത് ഈ സൈഡ് EX ആയിരിക്കും. ഇത് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇത് EX ആണ്, ഇത് EX. അപ്പോൾ ടാൻ ഗാമ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻസ്, അപ്പോൾ EX ഇവിടെ വരും, EX ബൈ EY വരും, EX ബൈ EY ടാൻ ഗാമ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, ഇനി റെഡി. അപ്പോൾ ആര് തമ്മിലുള്ള ആംഗിളായിരിക്കും ഗാമ? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും EYയും ഇല്ല, EYയും തമ്മിലുള്ള ആംഗിളായിരുന്നു ഗാമ. അപ്പോൾ ടാൻ ഗാമ ഈക്വൽ ഇങ്ങനെ കിട്ടി. ഇനി ഈ കണ്ടക്ടർ ഈ ലൈൻ ചാർജ് ഇഫ് ലൈൻ ചാർജ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്, ഈ ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിലോ, ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ മക്കളെ ഈ ആൽഫ ബീറ്റ എന്നുള്ള 2 ആംഗിൾ നോക്കിക്കോളെ. ആൽഫ ബീറ്റ എന്ന് പറയുന്ന 2 ആംഗിൾ നോക്കിക്കോളൂ. ആ ആൽഫ ബീറ്റ എന്നുള്ള 2 ആംഗിൾ ഇതിന് നമ്മൾ ഇതിൻ്റെ ഒരെൻഡിൽ നിന്ന് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുന്നല്ലേ. ഒരെൻഡിനെ ഇവിടെ ജോയിൻ ചെയ്താലുണ്ടാകുന്ന ആംഗിൾ ആൽഫ, ഈ എൻഡിനെ ജോയിൻ ചെയ്താലുണ്ടാകുന്ന ആംഗിൾ അല്ലേ ബീറ്റ. ഇത് ഈ ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിലോ, ഇത് കുറച്ചുകൂടി ലോങ് ആയാലും ഈ എൻഡുമായിട്ട് ഇങ്ങനെ വരില്ലേ, ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ ആയിരിക്കും ആൽഫ അല്ലേ. അതുപോലെ ഇത് കുറച്ചുകൂടി ലോങ് ആയാലോ, ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അല്ലേ, അങ്ങനെയല്ലേ എൻഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ അല്ലേ, ഇതായിരിക്കും ബീറ്റ. അപ്പോൾ ബീറ്റ കൂടി, അപ്പോൾ ആൽഫയും കൂടി ബീറ്റയും കൂടി. ഇത് കുറച്ചുകൂടി ലോങ് ആകുമ്പോൾ അതുപോലെ ആ സൈഡും ഉണ്ട്, കുറച്ചുകൂടി ലോങ് ആകുമ്പോൾ ഇങ്ങനെ വരും, അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും ബീറ്റ. അപ്പോൾ ബീറ്റ ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് അപ്പോൾ ഇങ്ങനെ വരും ബീറ്റ. അതേപോലെ ആ സൈഡിൽ ആൽഫയും വരും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബീറ്റ ഇങ്ങനെ വരും. ബീറ്റ അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വന്ന് ഇൻഫിനിറ്റ് ലോങ് ആകുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരെ വരും. അതുപോലെ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആകുന്നതിനനുസരിച്ച് ഈ ആൽഫ ഇങ്ങനെ കൂടി അതും ഇൻഫിനിറ്റ് ലോങ് ആകുന്നതിനനുസരിച്ച് 90 ഡിഗ്രി വരെ പോകും. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ, അപ്പോൾ ഇഫ് ലൈൻ ചാർജ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പം ആൽഫ ഈക്വൽ ടു π/2 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ബീറ്റ ഈക്വൽ ടു π/2 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പം EX എന്താവും? EX ഈക്വൽ ടു ലാംഡ ബൈ 4πε0r ഇൻറ്റു കോസ് ബീറ്റ π/2 മൈനസ് കോസ് ആൽഫയും π/2 കോസ് π/2 0 അല്ലേ, കോസ് 90 0, ഇതും 0 തന്നെ. അപ്പോൾ ഇവിടെ മൊത്തം 0 ഇൻറ്റു ഇത് 0, അപ്പോൾ EX 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എക്സ് ആക്സിസ് 0 ആയിരിക്കും. അപ്പോൾ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ ഈ എക്സ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, അത് 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻ വൈ ആക്സിസോ,
ലാംഡ ബൈ 4πε0r ഇൻറ്റു സൈൻ ആൽഫ. ആൽഫ എത്ര ഇപ്പോൾ π/2, സൈൻ ആൽഫ π/2, സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ, ബീറ്റയും എത്രയാണ് π/2, സൈൻ π/2 1, സൈൻ π/2 1, 1 + 1 2, 2 വരും അവിടെ അല്ലേ. അപ്പോൾ 2ഉം 4ഉം വെട്ടിയാൽ 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ 2 വരും. അപ്പോൾ ഈ വൈ എന്താവും ലാംഡ ബൈ ഇവിടെ 2 വരും, ആ 2ഉം 4ഉം വെട്ടിയാൽ ഇവിടെ 2 വരും, 2πε0r. കണ്ടോ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ നമ്മൾ പഠിച്ച ആൻസർ എന്നാ ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് ആകുമ്പോൾ ആൻസർ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് ലാംഡ ബൈ 2πε0r. അത് വൈ ആക്സിൽ എക്സ് ആക്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് 0 ആണ്. ഓക്കെ ആ വൈ ആക്സിലാണ് ഇലക്ട്രിക് ഫീൽഡ്, അത് ലാംഡ ബൈ 2πε0r ആണ് ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോൾ. ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ങനൊരു കേസ് എടുക്കും. ഇത് ലൈൻ ചാർജ് ഇല്ലേ, ഈ ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് തന്നെ, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് തന്നെ, ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് തന്നെ. ഓക്കെ പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഓക്കെ ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. പിന്നെ പോയിന്റ് പി, നേരത്തെ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആയിരുന്നല്ലോ പോയിന്റ് പി, ആ പോയിന്റ് പിയിലുള്ള അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ കണ്ടത്. പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. പക്ഷേ പോയിന്റ് പി ഉള്ളത് നിയർ വൺ എൻഡ്, ഒരെൻഡിൻ്റെ അടുത്താണ്, ഒരെൻഡിൻ്റെ അടുത്താണ്, ഒരെൻഡിലാണ് പോയിന്റ് പി ഉള്ളത്, ഒരെൻഡിൻ്റെ നിയർ വൺ എൻഡാണ് പോയിന്റ് പി. ഓക്കെ അങ്ങനെയാകുന്ന സമയത്ത് ഈ എൻഡും ഇവിടെ ജോയിൻ ചെയ്താലുണ്ടാകുന്ന ആംഗിളല്ലേ ആൽഫ. പിന്നെ അതുപോലെ ഈ എൻഡ് കുറച്ചുകൂടി ഇങ്ങോട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്താലുണ്ടാകുന്ന ആംഗിളല്ലേ, ഈ എൻഡ് ജോയിൻ ചെയ്താലുള്ള ആംഗിളല്ലേ ബീറ്റ. പക്ഷേ ഇങ്ങനെ ഒരു എൻഡ് ഇല്ല, ഇങ്ങനെ സംഭവം ഇല്ല. കാരണം ഈ പോയിന്റ് പി ഉള്ളത് നിയർ വൺ എൻഡ്, ഇതോടെ അവസാനിച്ചു, ഇങ്ങോട്ടില്ല, ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ ഇവിടുന്ന് ജോയിൻ ചെയ്താൽ ബീറ്റ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ആര് 0, ബീറ്റ 0, ഇത് ആൽഫ. ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. പി എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് ഒരു എൻഡിൻ്റെ അടുത്ത്, ഇത് ഒരു എൻഡിൻ്റെ അടുത്ത് തന്നെ. പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് ആകുന്ന സമയത്ത് ഇങ്ങനെ വരും ആൽഫ. പിന്നെ ഇൻഫിനിറ്റ്ലി ലോങ് ആകുന്ന സമയത്ത് ആൽഫ ഇങ്ങനെ കൂടും, അങ്ങനെ കൂടി 90 വരെ പോകും, ആൽഫ π/2 ആവും. അപ്പോൾ എന്താ നമ്മളെ കേസ്, ഈ ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. പക്ഷേ നമ്മൾ കാണുന്നത് ഒരെൻഡിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇതില്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്താൽ ഇവിടെയുള്ള ആംഗിളാണ് ബീറ്റ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, അപ്പോൾ ബീറ്റ ഇല്ല, ബീറ്റ 0 ആൽഫ π/2. അപ്പോൾ നമ്മൾ എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണുന്നത്, ലൈൻ ചാർജ് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ഇൻഫിനിറ്റ്ലി ലോങ് ലൈൻ ചാർജ് ആണ്. പക്ഷെ നമ്മൾ കാണുന്നത് നിയർ വൺ എൻഡ്, ഇതിൻ്റെ ഒരു എൻഡിലുള്ള അതിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെ വരുമ്പോൾ ബീറ്റ 0 ആയിരിക്കും, ആൽഫ π/2 ആയിരിക്കും. ഓക്കെ അപ്പം ഈ എക്സ് എന്താവും ലാംഡ ബൈ 4πε0r ഇൻറ്റു കോസ് ബീറ്റ 0 മൈനസ് കോസ് ആൽഫ എത്രയാണ് π/2. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു ലാംഡ ബൈ 4πε0r ഇൻറ്റു കോസ് 0 1, ഇത് 1, പക്ഷേ കോസ് π/2 0, അപ്പോൾ അത് 0, ഇത് 1, അപ്പോൾ 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അപ്പോൾ ഈ എക്സ് ഇത് തന്നെ. ഈ വൈ എന്ന് പറയുമ്പോൾ ലാംഡ ബൈ 4πε0r ഇൻറ്റു സൈൻ ആൽഫ π/2, പക്ഷേ ബീറ്റ 0 പ്ലസ് സൈൻ ബീറ്റ 0, സൈൻ 0 ആവട്ടെ, സൈൻ π/2 1, അപ്പോൾ ഇതേ ഉള്ളൂ 1 ഇൻറ്റു ഇത് തന്നെ. അപ്പോൾ ലാംഡ ബൈ 4πε0r. അപ്പോൾ നമുക്ക് ഈ എക്സും കിട്ടി, ഈ വൈയും കിട്ടി. ഓക്കെ അപ്പം എങ്ങനെയായിരിക്കും സംഭവം ഉണ്ടാവുക? അപ്പം നമ്മൾ ചെയ്തെന്താണ്, കണ്ടക്ടർ ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഓക്കെ നമ്മൾ കാണുന്നത് ഒരു പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അതിൽ നമുക്ക് ഇ എക്സ് കിട്ടി, ഈ വൈ കിട്ടി. ഓക്കെ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് ഇങ്ങനെ വരുന്നത്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയല്ലേ വരിക അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണും? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ √√2
ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ ആണ് അല്ലേ. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് റൂട്ട് ഓഫ് ഇ എക്സ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിന് പകരം ഇത് കൊടുക്കുക, ഈ എക്സിന് പകരം ഇതും കൊടുക്കുക, ഈ വൈക്ക് പകരം ഇതും കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയായി. അത് ചെയ്ത് കൊടുക്കാവുന്ന സംഭവമല്ലേ ഉള്ളൂ. ഈ എക്സിന് ഇത് കൊടുക്കുക, ഈ വൈ ഇത് കൊടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ലാംഡ ബൈ 2√2 പൈ എപ്സിലോൺ 0 ആർന്ന് കിട്ടും. അത് വേണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കിട്ടുക. ഒന്നുമില്ല, ഈ എക്സും കിട്ടിനി ഈ വൈയും കിട്ടിനി. അപ്പോൾ റൂട്ട് ഓഫ് ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ കണ്ടാൽ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ ഇങ്ങനെ ഒരു ആൻസറാണ് കിട്ടുക. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ഗാമേനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗാമ ആര് തമ്മിലുള്ള ആംഗിളാണ് ഗാമ? ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും ഇ വൈയും, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും ഇ വൈയും തമ്മിലുള്ള ആംഗിൾ ആയിരുന്നില്ലേ ഗാമ. ഇത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, ടാൻ ഗാമ ഈക്വൽ ടു ഇ എക്സ് ബൈ ഇ വൈ എന്ന് പറഞ്ഞു. ടാൻ ഗാമ ഈക്വൽ ടു ഇ എക്സ് ബൈ ഇ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, ഇ എക്സും ഇ വൈയും സെയിമാ മക്കളെ. ഇ എക്സ് ദാ ഇതും ലാംഡ ബൈ 4 പൈ എപ്സിലോൺ ഇതും ലാംഡ ബൈ 4. അപ്പോൾ ഇത് രണ്ടും സെയിമാ. അപ്പോൾ ഇ എക്സും ഇ വൈയും സെയിം ആയതുകൊണ്ട് ഇത് സെയിം ആയതുകൊണ്ട് കട്ടാവും. അപ്പോൾ 1 കിട്ടുക. രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇത് ബൈ ഇത് എന്ന് പറയുമ്പോൾ 1. അപ്പോൾ ടാൻ ഗാമ 1. ദർഫോർ ഗാമ എത്ര കിട്ടും? ടാൻ ഗാമ 1 ആണെങ്കിൽ ഗാമ ഈക്വൽ ടു 45 ഡിഗ്രി വരും. ടാൻ 45 1. ഓക്കെ, അപ്പോൾ ഈ നിയർ 1 എൻഡിൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇ എക്സ് ഇ വൈ, ഈ ഗാമ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, റെഡി. നെക്സ്റ്റ് നിങ്ങളൊരു നെക്സ്റ്റ് വൺ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ axial line of a uniformly charged circular ring. യൂണിഫോംലി ചാർജ്ഡ് സർക്കുലർ റിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സർക്കുലർ റിങ് വിചാരിക്കുക. റിങ്ങാണ്. ഓക്കെ, ഈ സർക്കുലർ റിങ്ങിൻ്റെ യൂണിഫോംലി ചാർജ്ഡാണ്. ഈ റിങ് വെച്ച് ഇങ്ങനെയുള്ള റിങ്ങിനെ നമ്മൾ ഇങ്ങനെയാണ് വെച്ചത്. റിങ്ങിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണ് അതിൻ്റെ ആക്സിസിലെ. അപ്പോൾ റിങ് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ലൈനാണ് അതിൻ്റെ ആക്സിയൽ ലൈൻ. അതാണ് നമ്മൾ എഴുതിയ അതിൻ്റെ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിൻ്റെ ഒരു പോയിൻ്റ് വിചാരിക്കുക. നമ്മൾ കാണുന്നത് ആ പോയിൻറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു, ഇതിൻ്റെ റേഡിയസ് ആർ എടുത്തു, ക്യാപിറ്റൽ ആർ എടുത്തു. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇക്വേഷൻ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒന്നുമില്ല, മെത്തേഡ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഇതിൻ്റെ മേലെ ആദ്യം ചെറിയൊരു കഷ്ണം എടുക്കുക, ഡി ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണുക. ഡി ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഡി ഇ എന്ന് എടുക്കുക. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്റ്റെപ്പുകളെല്ലാം പറയുന്നുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണുക. ഇതാ മെത്തേഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് റിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, ഈ റിങ്ങിൻ്റെ മുകളിലുള്ള ടോട്ടൽ ചാർജ് ഞാൻ ക്യൂ നിർത്തും. ക്യൂ ആണ് ഇതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എവിടെയെങ്കിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ല. ഇപ്പോൾ ഈ റിങ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റിങ്ങിൻ്റെ ഈ ഭാഗത്ത് എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. എല്ലാ സ്ഥലത്തും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പറയാം. പക്ഷേ നമ്മൾ പറഞ്ഞ അതിൻ്റെ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിൽ, റിങ്ങിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാവാം, അല്ല അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങോട്ടാവാം, ഈ ഭാഗത്തും ഉണ്ടാവും. അതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് കിട്ടുക എങ്ങനെയാണ്? 1/4πε0 qx by r² + x² all raised to 3/2 എന്നാണ്. r² + x² all raised to 3/2 ഇങ്ങനെയാണ് കിട്ടുക. qx by r² + x² all raised to 3/2 എന്നാണ് കിട്ടുക. ഓക്കെ, റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ പറഞ്ഞത്? ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിലോ? ഈ പി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി ഇങ്ങോട്ടാണെന്ന് വിചാരിച്ചു. പി ഇവിടെയാണെങ്കിലോ? അല്ലേ, ഈ സെൻറ്റർ മുതൽ പി വരെയുള്ള ദൂരമല്ലേ എക്സ്? അപ്പോൾ ഈ ദൂരമാണ് ഇപ്പോൾ എക്സ്. പി കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിലോ?
പി കുറച്ചുകൂടി ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ ദൂരമായിരിക്കും എക്സ് അല്ലേ, ഈ ദൂരമായിരിക്കും എക്സ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഈ എക്സ് എന്തായി വരും, കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് പി സെൻറ്ററിലെത്തി. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എക്സ് കുറയും. ഈ എക്സ് കുറഞ്ഞ് സെൻറ്ററിലെത്തുമ്പോൾ എക്സ് 0 ആവും. അപ്പോൾ അറ്റ് സെൻറ്റർ ഓഫ് ദ റിങ്, കാരണം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ എക്സ് അളക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് എക്സ്, ഈ ദൂരമാണ് എക്സ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എക്സ് കുറയും, ഈ എക്സ് കുറഞ്ഞു വരും. എക്സ് കുറഞ്ഞ് സെൻറ്ററിലെത്തുമ്പോൾ പിന്നെ എക്സ് ഇല്ല. അപ്പോൾ എക്സ് 0 ആണ്. അപ്പോൾ അറ്റ് സെൻറ്റർ എക്സ് 0 ആണ്. അറ്റ് സെൻറ്റർ ഓഫ് റിങ് എക്സ് 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് 0 വരും, ഇവിടെയും 0 വരും. ന്യൂമറേറ്റർ നോക്കുമ്പോൾ ഇവിടെ എക്സ് 0 വരും. 0 വരുമ്പോൾ ക്യൂ ഇൻറ്റു 0 0. അപ്പോൾ ന്യൂമറേറ്റർ 0 ആവും. 0 ആകുമ്പോൾ ഇത് മൊത്തം 0 ആവും. അപ്പോൾ എക്സ് 0, ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എവിടെ, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് സെൻറ്ററിൽ. ഈ റിങ്ങിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസ് ചെയ്യാൻ പോവുകയാണേ. സെൻറ്ററിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് മാക്സിമം. ഈ റിങ്ങിൻ്റെ കേസിൽ, യൂണിഫോംലി ചാർജ്ഡ് റിങ്ങിൻ്റെ കേസിൽ, ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് മാക്സിമം എന്നാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ ദ പൊസിഷൻ ഓഫ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്, അങ്ങോട്ട് പോകുന്ന അർത്ഥം എന്നാ, ഇതല്ലേ എക്സ് അല്ലേ. ഈ എക്സ് മാറുന്നതിനനുസരിച്ച്, ഇതാ എക്സ് മാറുന്നതിനനുസരിച്ച് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ഉണ്ട്. ഈ എക്സ് മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാറുന്ന എവിടെയാണ്, എന്തിനനുസരിച്ചാണ്, എക്സിനനുസരിച്ച്. ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, അങ്ങോട്ട് പോകുന്നതോറും എക്സ് മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സെൻട്രൽ 0 ആണെങ്കിൽ പിന്നെ എവിടെയാണ് മാക്സിമം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറുന്നത്, ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എക്സിനനുസരിച്ച്. ഈ എക്സ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. അപ്പം വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് മാക്സിമം, ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയാൽ, ഇപ്പം മാക്സിമം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാക്സിമം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയി എന്ന് വിചാരിച്ചോ, മാക്സിമം ആയാൽ പിന്നെ നിങ്ങൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ DE അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് മാറുന്ന എന്തിനനുസരിച്ചാണ്, ഈ എക്സിനനുസരിച്ചാണ്, ഡിസ്റ്റൻസിനനുസരിച്ചാണ് ഇലക്ട്രിക് ഫീൽഡ് മാറുന്നത്. അപ്പോൾ DE/dx എന്ന് എഴുതാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയാൽ നമ്മൾ പഠിച്ചെന്നാൽ, മാക്സിമം ആയാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്നാണ് പഠിച്ചത്. മാക്സിമം ആയാൽ പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആണ്. ഓക്കെ, അപ്പോൾ D/dx ഓഫ് E എന്ന് പറഞ്ഞാൽ ഇതാണ് 1/4πε0 qx/r² + x² all raised to 3/2. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റൻസ് പുറത്തെടുക്കുക. ഇതിൽ 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ചാർജ് അല്ലേ. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഇത്രയും സാധനം നമ്മൾ ടേക്ക് ഔട്ട് സൈഡ്. പിന്നെ D/dx ഓഫ്, ഓക്കെ, പിന്നെ ഉള്ളതെന്നാ x/r² + x² all raised to 3/2 = 0. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. മക്കൾ ഇത്രയും സാധനം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്ത് റൈറ്റ് സൈഡിൽ 0 അല്ലേ. റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഈ 4πε0 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 0 × 4πε0 0. അതുപോലെ ക്യൂ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ Q0/Q അതും 0 ആയി. എന്ന് പറഞ്ഞാൽ ഈ ടേംസൊക്കെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 0 ആയി. അപ്പോൾ ഈ ടേമിൻ്റെ ആവശ്യം ഇനി ഇല്ല. ബാക്കിയുള്ളത് D/dx ഓഫ്, ഓക്കെ, x/ ഇങ്ങനെയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു, x ഇൻറ്റു എന്ന് എഴുതുന്നു. x ഇൻറ്റു ഈ r² + x² all raised to 3/2. അത് ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ എന്തായി, r² + x² all raised to 3/2 അല്ലേ. അത് ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ -3/2 ആയി അല്ലേ. r² + x² all raised to 3/2 അത് ന്യൂമറേറ്ററിലേക്ക് എഴുതി. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം.
അതിൽ ഈക്വൽ ടു 0. ഇത് -3/2 ആണേ, -3/2. ഇത് ന്യൂമറേറ്ററിലേക്ക് എടുത്ത് മൈനസായി. ഇത് നിങ്ങളിങ്ങനെ ചെയ്യുക, ഫസ്റ്റ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ടേം അല്ലേ, ഫസ്റ്റ് ടേം ഇത് ഫസ്റ്റ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ടേം, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഇത് പ്ലസ് അത് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഇത്, ഇനി റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 എഴുതുക. അങ്ങനെ ഒരു 2-3-4 സ്റ്റെപ്പ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും ആൻസർ. റൈറ്റ് സൈഡിൽ 0 ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആൻസർ പറയുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ x = r/√2 ആയിരിക്കും. x = r/√2, അതായത് x = ഈ ഡിസ്റ്റൻസ് x = r/√2ലാണ്. ഓക്കെ, ഈ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫൈനൽ ആൻസർ പറഞ്ഞത്. അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഡിഫറൻഷ്യേഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് x = r/√2 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ, നമ്മൾ എന്താ കണ്ടീഷൻ, ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ അല്ലേ. അപ്പോൾ x = r/√2ലാണ്, ഇവിടെയാണ് x = r/√2ലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുക. ഇവിടെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുക. അപ്പോൾ r/√2ലാണ് ഇലക്ട്രിക് ഫീൽഡ് എന്താവുക, മാക്സിമം ആവുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റേസ് ചെയ്യണേ. x = r/√2ലാണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുക. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ, സെൻറ്ററിൽ 0, ഇവിടെ എത്തുമ്പോൾ മാക്സിമം. അതിൻ്റെ അർത്ഥം എന്താണോ മക്കളെ, സെൻട്രൽ 0. അപ്പോൾ സെൻട്രലിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും. സെൻട്രൽ, കാരണം സെൻട്രലിൽ 0 ആണ്, അങ്ങോട്ട് വരുന്നതോറും ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ മാക്സിമം, r/√2 മാക്സിമായി. ഓക്കെ, അവിടെ മാക്സിമം അല്ലേ, മാക്സിമം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പിന്നെ ഇല്ലല്ലോ, മാക്സിമമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ചെയ്യുക, കാരണം അവിടെ മാക്സിമാണ്, പിന്നെ കൂടില്ല, പിന്നെ ഈ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ കുറേ ചെയ്യുക, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറേ ചെയ്യുക റിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ റിങ്ങിൻ്റെ സെൻട്രൽ 0, r/√2 മാക്സിമം, പിന്നെ പുറമേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ഓക്കെ, അതേപോലെ ഈ സൈഡിലേക്ക് ഉണ്ടാവും, റിങ്ങിൻ്റെ ഈ സൈഡിലേക്ക്. റിങ് വെച്ചിരിക്കുന്ന കാരണം ഇങ്ങനെയുള്ള റിങ്ങിന് ഇങ്ങനെയല്ലേ വെച്ചേ, ഇങ്ങനെ വെച്ചുകൊണ്ട് ആ സൈഡിലും അങ്ങനെ ആയിരിക്കും, അതുപോലെ ഈ സൈഡിലും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരച്ച് അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ഇത് സെൻറ്റർ, ഇത് ഉദ്ദേശിക്കുന്ന സെൻറ്റർ, ഇത് ഇവിടെ x, ഇവിടെ r/√2, ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ്. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, സെൻട്രൽ 0 ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, സെൻട്രൽ 0 ഇല്ല. സെൻട്രൽ നിന്ന് അങ്ങോട്ട് പോകുന്നതരും അങ്ങോട്ട് പോകുമ്പോൾ കൂടി മാക്സിമം ആവും, r/√2 മാക്സിമം ആവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഗ്രാഫ് മേലോട്ട് കൂടി r/√2 ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവും. ഓക്കെ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് കുറയും, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. ഇതേ ഗ്രാഫ് നിങ്ങൾക്ക് ഇത് നമ്മൾ സെൻറ്ററിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇപ്പം പറഞ്ഞത്. ഇതേപോലെ ഞാൻ പറഞ്ഞു റിങ് ഇങ്ങനെ വെച്ചുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്കും അങ്ങനെ വരക്കാം, ലെഫ്റ്റ് സൈഡിലേക്കും വരക്കാം. അപ്പോൾ r/√2 ഇവിടെ എടുക്കാം, -r/, ലെഫ്റ്റ് സൈഡ് വേണം -r/√2 എന്ന് എടുക്കാം. അവിടത്തേക്ക് വരുമ്പോൾ കൂടി മാക്സിമം r/√2 മാക്സിമായി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. അത് നമ്മൾ രണ്ട് സൈഡ് റിങ്ങിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും വരച്ചുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. അപ്പോൾ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0, r/√2 ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം, അങ്ങനെ കിട്ടും. ഓക്കെ, റെഡി. നെക്സ്റ്റ്, ഇപ്പോൾ റിങ്ങിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേപോലെ ഒരു യൂണിഫോംലി ചാർജ്ഡ് സർക്കുലാർ ആർക്ക്, യൂണിഫോംലി ചാർജ്ഡ് സർക്കുലാർ ആർക്കാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സർക്കുലാർ ആർക്ക് എടുക്കും, ഒരു സർക്കുലാർ ആർക്കാണ്, യൂണിഫോംലി ചാർജ്ഡായ ഒരു സർക്കുലാർ ആർക്ക് വിചാരിച്ചു. ഒരു പ്ലാസ്റ്റിക് റോഡെങ്ങാൻ ഇങ്ങനെ വളച്ച് വെച്ച് അതിന് യൂണിഫോംലി ചാർജ്ഡാണെന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കിയാൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് എടുത്തു, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആർക്ക് സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ
2θ. ടോട്ടൽ ആംഗിൾ 2θ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് ആംഗിൾ, ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ആർക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരച്ചാൽ ഈ ആംഗിൾ തീറ്റ, ആർക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് കണക്ട് ചെയ്തല്ല എന്ന ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ, ആ രൂപത്തിലാണ്. അപ്പോൾ ടോട്ടൽ ആംഗിൾ 2θ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ആർക്കുണ്ട്. ആർക്ക് യൂണിഫോമിലി എന്താണ്? ചാർജ്ഡ് ആണ്. ഇതിൻ്റെ ചാർജ് Q എന്നെടുത്തോ, ഇതിൻ്റെ റേഡിയസ് R എന്നെടുത്തോ, സർക്കിളിൻ്റെ റേഡിയസ് R എന്നെടുത്തോ. അപ്പോൾ ഈ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ഈ ആർക്ക് കാരണം സെൻറ്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇക്വേഷൻ മതി. 1/4πε0 Q/R² ഇൻറ്റു സൈൻ തീറ്റ ബൈ തീറ്റ എന്നാണ്. സൈൻ തീറ്റ ബൈ തീറ്റ, ഓക്കെ, സൈൻ തീറ്റ ബൈ തീറ്റ. റെഡി? ഇതിനെ പ്രോബ്ലം ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പം തെറ്റാൻ അപ്പോൾ ഈ ഇക്വേഷൻ മതി ആർക്കിൻ്റെ പ്രോബ്ലം ചെയ്യാനായി. സെൻട്രലിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇതിൽ പ്രോബ്ലം ചെയ്യാൻ തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു യൂണിഫോമിലി ചാർജ്ഡ് ആർക്ക്, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ പറയാം. യൂണിഫോമിലി ചാർജ്ഡ് ആർക്ക്, സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അപ്പോൾ ആർക്ക് ഇങ്ങനെ പറഞ്ഞു, ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളോട് അറിയാതെ തീറ്റയ്ക്ക് 90 ഡിഗ്രി എന്ന് കൊടുത്തു. 90 ഡിഗ്രി π/2 എന്ന് കൊടുത്തു. പക്ഷേ തീറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? തീറ്റ എന്ന് പറഞ്ഞാൽ ഹാഫ് ആംഗിളാണ്. ഇതിൻ്റെ ഹാഫ് ആംഗിളാണ് തീറ്റ, അങ്ങനെയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹാഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ് തീറ്റ. 45 ആവില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ, ഈ ടോട്ടൽ ആംഗിളിൻ്റെ ഹാഫാണ് തീറ്റ. ക്വസ്റ്റ്യനിൽ അധികവും ഇങ്ങനെ പറയും, ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിളാണ്. അതിൻ്റെ പകുതിയാണ് അതിൻ്റെ ഹാഫാണ് നമ്മുടെ തീറ്റ. അപ്പോൾ തീറ്റ 45, അപ്പോൾ ഇതിൽ തീറ്റയ്ക്ക് 45 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ ഇവിടെ π/4 എന്ന് വെച്ചിട്ട് കൊടുത്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇതാണ് ആർക്കിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് എ uniformly charged circular disk. Uniformly charged circular disk. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക് വിചാരിക്കുക. ഡിസ്ക് യൂണിഫോംലി എന്താണ്? ചാർജ്ഡ് ആണ്. ഓക്കെ, ഡിസ്ക് ഇങ്ങനെയുള്ള ഡിസ്ക് നമ്മൾ ഇങ്ങനെ വെച്ചു. അതിൻ്റെ ആക്സിയൽ ലൈനിലല്ലേ പറഞ്ഞ്? അപ്പോൾ അതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ റിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ആക്സിയൽ ലൈൻ. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഡിസ്ക് എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഡിസ്ക് അല്ലേ? അപ്പോൾ സിഗ്മ വെച്ചാൽ ചെയ്യേണ്ടത്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഈ ഡിസ്റ്റൻസ് എക്സ്, ഇതിൻ്റെ റേഡിയസ് ആറും. അപ്പോൾ ഇതിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ഇൻറ്റു 1 - x/√r² + x² എന്നാണ്. 1 - x/√r² + x² എന്നാണ് ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി, എക്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, ആർ ഇതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇതൊരു ലാർജ് ഡിസ്ക് ആണെങ്കിലോ, വെരി ലാർജ് ഡിസ്ക് ആണെങ്കിലോ, ലാർജ് ഡിസ്ക് ആകുമ്പം ഇതിൻ്റെ റേഡിയസ് വളരെ കൂടും. ലാർജ് ഡിസ്ക്കാണ്. അപ്പോൾ റേഡിയസ് ആരേക്കാളും, എക്സിനേക്കാളും വളരെ കൂടും. ഓക്കെ, അപ്പോൾ ഫോർ എ ഡിസ്ക് ഓഫ് ലാർജ് സൈസ് ആർ വെരി ഗ്രേറ്റർ ദാൻ എക്സ് ആവും. ലാർജ് സൈസുള്ളൊരു ഡിസ്ക് വിചാരിക്കാം, ഇങ്ങനെയുള്ള വലിയൊരു ഡിസ്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസ് വളരെ കൂടും. അപ്പോൾ ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സ് ആവും അല്ലേ? അപ്പോൾ എക്സിനെ നമുക്ക് എന്ത് ചെയ്യുക? നെഗ്ലക്റ്റ് ചെയ്യുക. ഈ എക്സിനെ നെഗ്ലക്റ്റ് ചെയ്യുക, ഈ ന്യൂമറേറ്ററിലുള്ള. അപ്പോൾ ഈ എക്സിനെ നെഗ്ലക്റ്റ് ചെയ്താൽ ഈ എക്സിനെ നെഗ്ലക്റ്റ് ചെയ്താൽ പോയേ. പക്ഷേ ഈ എക്സിനെ നെഗ്ലക്റ്റ് ചെയ്യാലോ. അപ്പോൾ എക്സിനെ നെഗ്ലക്റ്റ് ചെയ്താൽ, എക്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് 0 അല്ലേ?
നെഗ്ലക്റ്റ് ചെയ്തു 0 എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പോൾ ഈ ടേം മൊത്തം അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യണം. 0 ഇത് എന്ന് പറയുമ്പോൾ 0 അല്ലേ. അപ്പോൾ ആ ടേം മൊത്തം നെഗ്ലക്റ്റ് ചെയ്താൽ ബാക്കി എത്രയാണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു 1. അപ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വരിക സിഗ്മ ബൈ 2 എപ്സിലോൺ 0. റിസൾട്ട് കണ്ടോ നിങ്ങൾ? ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 നമ്മൾ ആരുടെ ഫീൽഡാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഒരു ലാർജ് ഷീറ്റ് ഇങ്ങനെയുള്ള ലാർജ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. കാരണം ഡിസ്ക് ഇപ്പം വെരി ലാർജായി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ലാർജ് ഷീറ്റ് പോലെയായി ഡിസ്കും. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ശരി.